ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പൊന്നുക്കുട്ടി കാര്യങ്ങളെല്ലാം മുത്തശ്ശി എന്ന് പറയുന്ന മുതലിനോട് പറയുക കേട്ടോ. അവിടെ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക അവിടെ. ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന അഭിയും അതുപോലെ തന്നെ ഒരു നേഴ്സും കൂടി നമ്മുടെ സൂര്യ അവിടെ നിന്ന് എടുത്ത് പൊക്കി തിരിച്ച് കിടത്താനൊക്കെ നോക്കുക. ഈ സമയം ശരീരമില്ലാത്ത എൻ്റെ ഈ ശരീരത്തിൽ ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതല്ലേ, എനിക്കറിയില്ലേ അച്ഛന് വരുന്ന ചെറിയ മാറ്റങ്ങൾ വരെയെന്ന് ആ നേഴ്സ് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സൂര്യയോട്. അപ്പോൾ മോളെ എന്തു മാറ്റം എനിക്കുണ്ടായത് എന്ന് നേഴ്സിനോട് ചോദിക്കുക. നേരം സൂര്യ അങ്ങനെയെങ്കിലും ഒരു പ്രതീക്ഷ എനിക്കുണ്ടാവട്ടെ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നു. അത് കേട്ടപ്പോൾ അച്ഛൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കാണുമെന്ന് ആ നേഴ്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അതും പറഞ്ഞ് ആ നേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അഭി ഒരു കസേരയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക. അച്ഛൻ ഇവിടുന്ന് എഴുന്നേക്കും ഉറപ്പാണെന്നും പറഞ്ഞു. എല്ലാവരും പറയുന്നത് അച്ഛൻ ഇവിടുന്ന് എഴുന്നേക്കുമെന്ന് തന്നെ. എന്നിട്ടും സത്യങ്ങൾ ഉൾക്കൊള്ളാൻ അച്ഛൻ എന്താ തയ്യാറാവാത്തതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അഭി മോനെ ദേ കുടുംബം എന്നെ വിട്ടു പോയില്ലേടാ, പിന്നെ ഉടനെ ഒന്നും മരിച്ചു പോകില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. നേരത്തെ മുഖത്തിനൊരു പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്. പൊന്നു എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ആ മാറ്റം ഉണ്ടായതെന്നും പറയുന്നു നമ്മുടെ അഭിയോട് അച്ഛൻ. അവളെ എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, വഴിപാടുകൾ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുക. എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ എൻ്റെ പേരക്കുട്ടിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അവൾക്ക് അച്ഛൻ എന്ന് വെച്ചാൽ ജീവനല്ലേ അച്ഛാ, അച്ഛന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ അവൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ. പിന്നെ നമ്മുടെ പൊന്നു ഇറങ്ങിപ്പോയതിനെ പറ്റിയൊക്കെ അഭി ഇങ്ങനെ പറയാം. അവൾക്ക് എന്തു പറ്റിയെന്ന് അറിയാതെ എല്ലാവരും ആകെ ഒന്ന് പേടിച്ചു. അവളെ അന്വേഷിച്ച് ജാനകി ഓടുകയായിരുന്നു എന്നും എന്നെ വിളിച്ച് വിവരം പറഞ്ഞു എന്നും പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ ആകെ തിരയുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഒടുവിൽ ഒരു സ്ത്രീ അറിഞ്ഞത് പൊന്നു അമ്പലത്തിലുണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതായിട്ടോ. തനിച്ചാണോ അവൾ അമ്പലത്തിലേക്ക് പോയതെന്ന് ചോദിച്ചപ്പം അതേന്ന് അദ്ദേഹത്തിനോട് പറയാം. വീട്ടിൽ നിന്ന് കുറേ പൂക്കളും പറിച്ച് അച്ഛന് വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കാൻ പോയതാ അവളെന്നൊക്കെ അഭി ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയുക. ദേവിയോട് പ്രാർത്ഥിച്ച അച്ചാച്ചൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്ന് ലച്ചു പറഞ്ഞത് കേട്ടിട്ട് പോയതാ അവളെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു നമ്മുടെ അഭി. അപ്പോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഓടിയെത്തുമ്പോൾ അവളെ മുന്നിലിരുത്തി തിരുമേനി അച്ഛന് വേണ്ടി പൂജ ചെയ്യുകയായിരുന്നു എന്നും ആ പ്രസാദമാണ് തന്നു വിട്ടതെന്നൊക്കെ പറഞ്ഞു. അവൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദേവിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ എന്ന് അഭി ഇങ്ങനെ ചോദിച്ചു. ആ സിസ്റ്റർ പറഞ്ഞതിൽ 100% സത്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അച്ഛാ. കുറച്ച് ആത്മവിശ്വാസം കൂടി അച്ഛനൊന്ന് കാണിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആയിക്കോളും. അച്ഛൻ്റെ കൈകാലുകൾ ചലിച്ചു തുടങ്ങും, അതിനൊരു മാറ്റവും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ മേഡം വരുന്നുണ്ട് സാറിന് പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. അഭി എന്നിട്ട് അച്ഛനോട് പറഞ്ഞു പുറത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കൈ അന്നേരം ചെറുതായിട്ട് ഇങ്ങനെ ചലിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടെ കിടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃതയുടെയും അതുപോലെ തന്നെ ശരണിൻ്റെയും വീട്ടിലേക്ക് ഒരു ചേച്ചി വരിക. അപ്പോൾ ആരാന്ന് ചോദിച്ചു. അല്ല കുഞ്ഞാ, ഇവിടെ ഒരു സെർവൻറ്റിന് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അയ്യോ ഞാൻ അറിഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വീട് തെറ്റിയതായിരിക്കും. കുഞ്ഞു സൂര്യ സാറിൻ്റെ മോളല്ലേ? അപ്പോൾ എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നെ ഇങ്ങോട്ട് അയച്ചത് ഏജൻസിയിൽ നിന്ന് സൂര്യ സാറിൻ്റെ മോളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കാനാണ് പറഞ്ഞതേ. അഡ്രസ്സും തന്നിട്ടുണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ അമൃത ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. അപ്പോൾ ശരൺ എന്നും പറഞ്ഞ് ശരണിനെ വിളിച്ചു. അപ്പോൾ ശരൺ ഇറങ്ങി വന്നു. ശരണാണ് ഇവരോട് വരാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞിരുന്നു, നിന്നോട് പറഞ്ഞാൽ നീ അതിനെ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പം അതിന് മാത്രം എന്ത് ജോലിയാണ് ശരൺ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു. നിലം തുടയ്ക്കാനും പിന്നെ തറ തുടയ്ക്കാനും പൂ പോലെയുള്ള കുഞ്ഞിൻ്റെ ഈ കൈ കൊണ്ടൊന്നും കഴിയത്തില്ല, അതിനൊരാൾ വേണം കുഞ്ഞെ. ഞാനേ കുഞ്ഞൊന്നും അല്ല ചേച്ചി, നിങ്ങൾ എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിച്ചു. അപ്പം മല്ലിക എന്നാ സാറേ, ഞാനേ ഒരുപാട് വീടുകളിൽ ഒരു പഴിയും കേൾപ്പിക്കാതെ ജോലി ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ അത് തന്നെ വേണം കേട്ടോ ചേച്ചി. മുൻപൊരാളുണ്ടായതിനെ അതിന് ഓടിച്ചു വിട്ടത് തന്നെ പരദൂഷണം കാരണമാണെന്നും ഞങ്ങൾ സംസാരിക്കുന്നിടത്തൊന്നും ചെവിയും കൊണ്ടുവന്ന് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു. അയ്യോ മല്ലിക അത്രക്കാരി അല്ല കുഞ്ഞെ. പിന്നെ ശമ്പളം തരുന്ന വീട്ടുകാരുടെ കാര്യം പിടിച്ചെടുത്ത് അടുത്ത വീട്ടിൽ പറയുന്ന ചില കൂട്ടരുണ്ട്. എന്നെ അതിലൊന്നും പെടുത്തണ്ട കുഞ്ഞെ, എനിക്കറിയാം അങ്ങനെ കുറേ എണ്ണത്തിന്. ഇപ്പം മോൾ ഇങ്ങോട്ടൊന്ന് മാറിയെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് ഇടിച്ചു കയറിയപ്പോഴത്തേക്കും കണ്ടിട്ട് വലിയ കുഴപ്പക്കാരിയല്ലെന്ന് തോന്നുന്നു അല്ലേ എന്ന് ശരണിനോട് ചോദിച്ചു. അമൃതേ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ കിട്ടാൻ പ്രയാസമാ. പതിയെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിന്നോട്ടെ എന്ന് ശരൺ നേരം പറഞ്ഞു. അല്ല നീ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുമല്ലേ? നമ്മുടെ വീട്ടുകാർ നോക്കാൻ ഒരാളില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പം എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക, ശരൺ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ എന്ന് ചോദിച്ചപ്പം അച്ഛന് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുന്ന ദിവസമല്ലേ ഇന്ന്, എനിക്ക് വരാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്, എന്ത് ചെയ്യാം.
രാവിലെ ഒരു മീറ്റിങ്ങിന് പോവേണ്ടതല്ലേന്നും ശരൺ ഇങ്ങനെ ചോദിച്ചു. അതിപ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ലെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ശരൺ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അമൃത അങ്ങ് പോയി. അമൃത പോയി കഴിയുമ്പോൾ ഈ പുള്ളിക്കാരി അടുക്കളയിൽ കയറി വന്നതും ഫോണിൽ വിളിക്കുക. ഇങ്ങോട്ട് വന്ന് കയറിയ ഉടനെ തന്നെ ഞാൻ അമൃത കൊച്ചിനെ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെ അങ്ങ് പറയുക. ഏറ്റു പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി, അതായത് ഇവരുടെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് അമൃതയുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഇതിനെ തള്ളിക്കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരണിൻ്റെയും അമൃതയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി അടുത്ത മുതൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം കൊണ്ട് സൂര്യ അവിടെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റുക, റൂമിലേക്ക് മാറ്റുക. അവിടെ കൊണ്ടുവന്ന് റൂമിൽ കിടത്തി. അങ്ങനെ നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ അഭിയും അവിടെ ഉണ്ട്. അപ്പോഴേക്കും കഞ്ഞിയായിട്ട് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നു കഴിഞ്ഞപ്പോൾ കഞ്ഞി കൊടുത്തോളാനായിട്ട് ആ നേഴ്സ് ഇവരോട് പറഞ്ഞു. അതും പറഞ്ഞ നേഴ്സ് അങ്ങ് പോയി. അപ്പോൾ ഇനി അച്ഛൻ്റെ മനസ്സൊന്ന് ഓക്കെ ആയാൽ മതി, ഇവിടുന്ന് എഴുന്നേക്കാനുള്ള ഇച്ഛാശക്തി അച്ഛനുണ്ട്, അതുപോലെ അച്ഛൻ ധൈര്യത്തോടെ ഇരിക്കണം, എഴുന്നേൽപ്പിച്ച് തന്നെ ഞാൻ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നൊക്കെ അച്ഛനോട് മകൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി അച്ഛന് കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ അച്ഛന് കഞ്ഞിയും കൊടുക്കുന്ന അതൊക്കെ നോക്കി നമ്മുടെ അഭി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് വീട്ടിൽ പിന്നെ മുത്തച്ചി എന്ന് പറയുന്ന മുതലിനെയാണ് കാണിക്കുന്നത്. ആ മുതലിങ്ങനെ കാലുമേ കാലും കയറ്റിരുന്ന് ആലോചിക്കാം. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു. മുത്തച്ചി ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആര് വരുന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് മുത്തശ്ശി. ഐസിയിൽ നിന്ന് സൂര്യയെ ഇന്ന് വാർഡിലേക്ക് മാറ്റുമെന്ന് അമലു പറഞ്ഞത്. എനിക്ക് എന്തായാലും അവനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും അപ്പിച്ചേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സോറി, അജയ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അജയ് നീ എവിടേക്കാണ് മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് രാവിലെ ഒരാളായിട്ട് മീറ്റിംഗ് ഉണ്ട്, നിൻ്റെ അച്ഛനെ ഇന്ന് ഐസിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുക, നിരന്തരം നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതിനവിടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നീ എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാനും വരുന്നുണ്ട് അജയ് എന്ന് അപർണ. ഐസിയുലേക്ക് കിടന്നപ്പോൾ പോയിരുന്നെങ്കിൽ അച്ഛനെ കാണാനൊന്നും പറ്റത്തുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ അവിടെ കാവലിരിക്കുന്നവരെ ബോധ്യപ്പെടുത്താമെന്നും മാത്രം. എനിക്കങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചതെന്നും പറഞ്ഞ് അപർണ പറയാം. അജയ് ഞങ്ങളുടെ കൂടെ ഒന്ന് വാ, നാളെ അതിൻ്റെ പേരിൽ ഒരു ആരോപണം ആരും പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നാണ് അജയുടെ നിലപാട്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകട്ടെ, യാതൊരു കാര്യവും ഇല്ല എന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ ജീവിക്കാൻ ഒരു വഴിയാണ് ഞാനിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്, എനിക്കതാണ് പ്രാധാന്യമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ അജയ്യെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരാൻ പറഞ്ഞു. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു അശരീരി പോലെ അമ്മയുടെ ശബ്ദം ഞാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ എല്ലാവരും, ഈ തള്ള പോവുമോ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് ഇവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ വരുന്നത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ആ മനുഷ്യൻ രോഗബാധിതനാണെന്ന് ഭാവിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നതേ യുക്തമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാവണമെന്ന് എനിക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞ് അജയ് വിളിക്കുക. ഇത് ഞാനെടുത്ത തീരുമാനമാണെന്നും പറഞ്ഞ് ചുമന്നുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ഭർത്താവിൻ്റെ സുഖവിവരം അറിയാനുള്ള പോക്കൊന്നും അല്ല അജയ് ഇത്, ഇന്ന് ചിലതൊക്കെ നടക്കും, അതുകൊണ്ട് അജയും പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ ഈ അപർണ അജയോട്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ പുറകെ പോകുക. ഈ സമയത്ത് അച്ഛനും അതുപോലെ അച്ഛനെ കാണാനായിട്ട് അമൃത വന്നു. അതുപോലെ തന്നെ ഇവർ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ശരണിൻ്റെ കാര്യമൊക്കെ അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ, ചില സമയങ്ങളിൽ അച്ഛൻ അങ്ങനെയാ, ചിലപ്പോൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ശരൺ ഇന്ന് ഇനി തിരിച്ചു വരുമെന്ന് ചോദിച്ചപ്പം വരാൻ തന്നെയാണ് സാധ്യത എന്ന് പറഞ്ഞു അമൃത. അല്ല നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ അന്നേരം ജാനകി ചോദിച്ചു. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഞാനുണ്ടാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന കാര്യം അമൃത അന്നേരം പറഞ്ഞു. ഏട്ടത്തെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ, ഇന്നിവിടെ ഞാനും അമൃതയും നിന്നോളാമെന്ന് അമൽ പറഞ്ഞു. അമൃത അതിനുവേണ്ടി ഞാൻ വിളിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോകാൻ നോക്കുക. ഏട്ടാ അങ്ങോട്ട് നോക്കിയേ, ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയെന്നും പറഞ്ഞ് ഇവർ കാണിച്ചു കൊടുക്കുമ്പോൾ വാല വേതാളങ്ങളെല്ലാം കൂടി വരിക. അപ്പോഴേക്കും അഭിക്ക് സന്തോഷമായി, ഇവർ അമ്മയൊക്കെ വന്നല്ലോ, ആ വരവ് അച്ഛനെ സുഖിപ്പിക്കാനുള്ള വരവാണെന്നൊന്നും ഏട്ടൻ വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് ഷെയറിൻ്റെ കാര്യത്തിനുള്ള വരവ് തന്നെയാണെന്ന് അമൽ പറഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷെയറിൻ്റെ കാര്യം ആരെങ്കിലും പറയോടാ എന്ന് അമലിനോട് അഭി ചോദിച്ചു. എന്നാ ഏട്ടൻ കണ്ടോ, ഞാൻ പറഞ്ഞതാ സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് അങ്ങനെ അമൽ നിൽക്കുക. അപ്പോൾ ഇവറ്റകൾ എല്ലാത്തിനെയും കൂടെ കണ്ടപ്പോൾ സന്തോഷം, ഒരു വീണ്ടും വിചാരം അമ്മയ്ക്ക് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അമൃത അങ്ങോട്ടേക്ക് വന്നു. ആ വിചാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നതെന്ന് പ്രഭാവതി. എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാതെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നായി പ്രഭാവതി മകളോട് പറയണത്. ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക, അഭിയൊക്കെ. ഈ സമയത്ത് മുത്തശ്ശി എന്നും പറഞ്ഞ് തലയെളുപ്പോട് കൂടി നിൽക്കുന്നു. അപർണ ഇതൊക്കെ കണ്ട് ചിരിക്കുക. ദൈവത്തെ ഓർത്ത് അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അമ്മ ഇപ്പോൾ പറയരുതെന്ന് നേരം അഭി പറഞ്ഞു.
അച്ഛനൊന്ന് വീട്ടിലെത്തിക്കോട്ടെ അമ്മേ, അമ്മയുടെ ആവശ്യങ്ങളെല്ലാം അച്ഛൻ സാധിച്ചു തരുമെന്നും അഭി പറയാം. അപ്പോഴും ഈ തള്ള ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം അഭിയേട്ടൻ്റെ സംസാരം കേട്ടാ അച്ഛൻ അഭിയേട്ടൻ്റേത് മാത്രമാണെന്ന് തോന്നുമല്ലോ ഞങ്ങളുടെ അച്ഛനാ അകത്ത് കിടക്കുന്നതെന്ന് അഭിഷേക് പറഞ്ഞപ്പം അജയ് പറഞ്ഞപ്പം, എന്നാൽ ഈ മകൻ ഇതുവരെ എവിടെയായിരുന്നു, ഞങ്ങളാരും ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് അമൽ തിരിച്ചു ചോദിച്ചു. നിരഞ്ജനേടത്തിയെ മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ എന്നും അമൽ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനെ സന്തോഷിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാമർഥ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അജയ്. പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയില്ലേ ഞങ്ങളിവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ പറയുമ്പോൾ സൂര്യ എവിടെയാടാ കിടക്കുന്നത് അത് പറയാൻ പറഞ്ഞു മുത്തച്ചി. ആ സമയം ഒബ്സർവേഷൻ വാർഡ് അതാ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അപർണ എല്ലാത്തിനും കെട്ടി വലിച്ചു കൊണ്ടുപോവുക. അമ്മയിൽ നിന്ന് അലിവോട് ഒരു വാക്കാണ് അച്ഛനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, അതേ അമ്മ ചെയ്യാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അച്ഛനെ അമ്മ ഇനിയും വേദനിപ്പിക്കരുതെന്ന് പറയുമ്പോൾ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആളല്ല, അവരവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തികളുടെ ശിക്ഷയാണ് അവനവൻ തന്നെ അനുഭവിക്കുന്നതെന്ന് പ്രഭാവതി പറഞ്ഞപ്പം, അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടും ഉണ്ടെന്ന് അമൃത അന്നേരം പറഞ്ഞു. പറഞ്ഞ തള്ള ഇങ്ങനെ നിൽക്കുക. എന്നിട്ടും അമ്മ ഈ ഒരു സ്വഭാവമായിട്ട് നടക്കുന്നതൊട്ട് ശരിയല്ല കേട്ടോ എന്ന് മകൾ അമ്മയോട് പറഞ്ഞു. ഞങ്ങൾ ഇനി അളകാപുരിയിൽ വേണ്ട എന്നുള്ളൊരു ചിന്ത അമ്മയ്ക്കിപ്പോൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അഭി പറഞ്ഞു. അഭിയേട്ടാ എന്ന് പറഞ്ഞ് അമൽ വിളിച്ചു. അച്ഛന് സന്തോഷം ആയിട്ടുള്ളൊരു കുടുംബം ഉണ്ടാകാൻ അതാണ് വഴിയെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാവെന്നും അമൽ പറയാം. അപ്പോഴും പ്രഭാവതിയുടെ മോന്ത ഇങ്ങനെ വലിഞ്ഞു കയറി തന്നെ ഇരിക്കുന്നത്. ജാനകി ഇതൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും. അപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ അപർണ അവിടെ നിൽക്കുക. ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അതെന്താണെങ്കിലും അമ്മ തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ആരും ഇത് ചോദ്യം ചെയ്യാൻ വരില്ല എന്നും പറഞ്ഞു. ഇവിടെ വെച്ച് അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും അതുണ്ടാകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഇവൾക്കറിയാം. നീ നടുക്ക് പ്രഭാവതി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. ബാക്കി മുതുമുത്തികളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് അവറ്റകളെല്ലാം കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അപർണ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എന്താടി നിനക്ക് അച്ഛനെ കാണണ്ടേ എന്ന് ചോദിച്ചു. ആദ്യം അച്ഛൻ്റെ അമ്മയും ഭാര്യയും മകനും കണ്ടിട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അപർണ നിൽക്കുമ്പം, അഭിയേട്ടാ ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ വെച്ച് അച്ഛനെ വിഷമിപ്പിക്കുന്നതൊന്നും അമ്മ ആവശ്യപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അവിടെ മകൾ. ഈ സമയത്ത് എല്ലാ എണ്ണങ്ങളും കൂടെ വന്ന് വാല ഇങ്ങനെ നിൽക്കുക. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാനൊന്നും ഒരുത്തനും താല്പര്യമില്ല. ഈ സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയും. പ്രഭാവതിക്ക് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നോട് എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിലും വരാൻ തോന്നിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രഭാവതി എന്ന് പറയുന്ന പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശരീരമൊന്നും ചലിപ്പിക്കാൻ കഴിയുന്നില്ലേ മോനെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താ കരുതിയേ, ഞാനിവിടെ വന്ന് വിശ്രമിക്കുകയാണെന്നാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ ജന്മം ഞാനിനി എഴുന്നേൽക്കില്ല അമ്മ എന്നും പറഞ്ഞ് സൂര്യ പറയുമ്പോൾ തള്ളയുടെ കള്ളക്കണ്ണീര് കാണണമായിരുന്നു. അപ്പോൾ പ്രഭയ്ക്ക് എന്തായാലും സന്തോഷമായെന്ന് എനിക്കറിയാം, പ്രഭയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേന്ന് ചോദിച്ചു. ഞാൻ പറയുന്നതൊക്കെ അപ്രിയമായ കാര്യങ്ങളല്ലേ, നിങ്ങളുടെ മോൻ പുറത്തു വെച്ച് എന്നോട് പറഞ്ഞതേ അമ്മ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്നാണെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇങ്ങനെ സൂര്യയോട് പറയണു. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം അത്രയേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു എന്ന് പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ പറയുമ്പോൾ, ഇനി അതേപ്പറ്റി സംസാരമൊന്നും വേണ്ട പ്രഭാവതി എന്ന് അമ്മ. അച്ഛൻ വീണു പോകാൻ കാരണം അമ്മയാണെന്നുള്ള വിശ്വാസം പലർക്കും ഉണ്ട്, അമ്മയെ എങ്ങനെ കുറ്റപ്പെടുത്തും? അമ്മ പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ലേ എന്ന് അജയ് ചോദിച്ചപ്പം, കുടുംബസ്വത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് തരുന്നതിനെ പറ്റി അല്ലേന്ന് ചോദിച്ചപ്പം, എപ്പോഴായാലും അച്ഛനത് തരേണ്ടത് തന്നെ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിതൃസ്വത്ത് കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയവരിൽ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്ന് അദ്ദേഹം പറയാം. എൻ്റെ വിശ്വാസം പിതൃസ്വത്ത് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാനുള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അധ്വാനിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടണം, അതിലൂടെയാണ് കുടുംബം എന്ന് നിലനിൽക്കുന്നതും അത് വളരുന്നതും. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് പണം വേണമെന്ന് അജയ് പറഞ്ഞപ്പോൾ, മോനെ സൂര്യ, അമ്മയൊരു കാര്യം പറയാം, നമ്മളുടെ ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതിയെന്നും പറയാം. നീ ഷെയർ പങ്കുവയ്ക്കാനൊന്നും ഇപ്പം നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തച്ഛി ഇങ്ങനെ അതങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അജയുടെ മുഖം ഉമ്മെന്നും പറഞ്ഞിരിക്കുക. മക്കളെല്ലാവരും വീട്ടിൽ വേണമെന്നുള്ള നിർബന്ധം അതിനി നിനക്ക് വേണ്ട, ഇനി പഴയതുപോലെ എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോവില്ല എന്ന് മുത്തശ്ശി പറയാം. അബിക്കൊരു കുടുംബമായില്ലേ, അവനൊരു വീട് നൽകി അവനും കുടുംബവും അവിടെ ജീവിക്കട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്നും പറഞ്ഞ് ചിരിച്ചു നമ്മുടെ സൂര്യ. അജയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവനും മാറി താമസിക്കട്ടെ എന്നും
മുത്തശ്ശി പറയാം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് കുടുംബത്തിൽ വന്നു പോകാമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അജയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഇച്ചിരിയല്ലേ കിട്ടത്തുള്ളൂ, മൊത്തത്തോടെ കിട്ടത്തില്ലല്ലോ. പെൺമക്കളുടെ കാര്യത്തിലേ അങ്ങനെയൊന്നും അല്ല നടക്കാറ്. വീട് ഇളയ മകനായ അമലിന് പിന്നീട് ഷെയർ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതിയെന്നും അമലിനെ പറ്റിയും പറഞ്ഞു. അതിന് ആരും ഒരു അവകാശവും പറഞ്ഞു വരത്തില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഞാനും ആവശ്യപ്പെട്ടതെന്ന് പ്രഭാവതി പറഞ്ഞപ്പം, പ്രഭാവതി നീ ഭാഗം വെച്ച് കൊടുക്കാനാ പറഞ്ഞത്, അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് തള്ള പ്രഭാവതിയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് സൂര്യ ഇങ്ങനെ കിടക്കുവാണ്. സൂര്യ, ദേ നീ ഒന്നും പറഞ്ഞില്ലല്ലോടാ മോനെ എന്ന് അമ്മ പറയുമ്പോൾ പ്രഭാവതിയെയും തള്ളയെയും സൂര്യ ഇങ്ങനെ മാറി മാറി നോക്കുന്നിടത്ത് ഒരു കഥയും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കണ്ടേരായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.